ഇന്ന് കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ഞങ്ങളൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. കേരള CPM-നെ പോലൊരു കേരള പാർട്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ദേശീയ തലത്തിലൊരു പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്, CEC ഉണ്ട്. അത് ആ നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് 1-2 ദിവസം. പിന്നെ ഇത്രയും പെട്ടെന്ന് ഈ സമയം വളരെ കുറവാണ്. 1970-ൽ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടന്ന് ഒഴിച്ചാൽ ഒരു കാലത്തും ഇത്തരം ചെറിയൊരു കാലയളവിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല കേരളം. ഇപ്പം തന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഫോം പോലും കിട്ടുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുണ്ടായ ചെറിയ കാലതാമസമുണ്ട്. അത് അധികം ദിവസങ്ങളോ മണിക്കൂറുകളോ ഒന്നും വൈകിട്ടില്ല. ഏതായാലും ഇന്നത്തോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും. പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. ഈ ഗവൺമെന്റിനെതിരായ ശക്തമായ ജനവികാരം നമുക്ക് എല്ലായിടത്തും കാണാം. ശ്രീ രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട് വീടാന്തരം ആ ഗ്യാരണ്ടി കാർഡുകൾ നൽകാനുള്ള നടപടി ആരംഭിക്കുകയാണ് നാളെ മുതൽ. അപ്പോൾ വളരെ സജീവമായ എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നാളെ മുതൽ ഇറങ്ങുകയാണ്. അപ്പോൾ UDF-ന്റെ വിജയം സുനിശ്ചിതമാണ്. ആ സുനിശ്ചിതമായ വിജയത്തെ കണ്ടുകൊണ്ടാണ് ഇടതുമുന്നണിയും അവർക്ക് ബന്ധമുള്ള മാധ്യമങ്ങളും ഇത്തരം പ്രകടനങ്ങളൊക്കെ അഴിച്ചുവിടുന്നത്. യഥാർത്ഥത്തിലെ പ്രശ്നം CPM-ലാണ്, അതാരും കാണുന്നില്ല. CPM-നകത്ത് ഇതുപോലെ ഒരു കലഹം ഉണ്ടായ കാലം ഉണ്ടായിട്ടുണ്ടോ? എത്ര നേതാക്കളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? പ്രധാനപ്പെട്ട മുൻ മന്ത്രിയായ G. സുധാകരൻ, അതോടൊപ്പം തന്നെ ശ്രീ കുഞ്ഞികൃഷ്ണൻ, ശ്രീ ഗോവിന്ദൻ, PK ശശി ഉൾപ്പെടെയുള്ള എത്രയോ ആളുകളാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് പാർട്ടിയുടെ നയങ്ങൾക്കെതിരായി സംസാരിക്കുന്നത്. അത് നിങ്ങളുടെ മുമ്പിലുള്ള കാര്യമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഇടതുമുന്നണിയിലും CPM-ലുമാണ്. ഞങ്ങളിൽ പ്രശ്നങ്ങളില്ല. വാസ്തവത്തിൽ ഞങ്ങൾ ഇന്ന് 5 മണിയോടുകൂടി വൈകിട്ടത്തോടുകൂടി കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകും. അതോ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി ഇന്ദിരാ ഗ്യാരണ്ടി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള 5 ഗ്യാരണ്ടികൾ ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെലങ്കാനയിലും കർണാടകത്തിലും പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. ഈ 5 ഗ്യാരണ്ടികളും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. ശ്രീ രാഹുൽ ഗാന്ധി നൽകിയ വാഗ്ദാനമാണ്. അത് ഞങ്ങൾ നടപ്പാക്കും. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് വളരെ വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ MP-മാര് 3-4 പേർക്ക് ഇത്തരം അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, കോൺഗ്രസിന്റെ ഉന്നത ബോഡിയായ CEC-ആണ്, തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഞാൻ അശക്തനാണ്. പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഒന്നുമില്ല. നിങ്ങൾക്കാർക്ക് സുധാകരനെ അറിയാത്തത് കൊണ്ടാണ്. സുധാകരൻ ഏറ്റവും വലുത് പാർട്ടിയാണ്. പാർട്ടിയാണ് അദ്ദേഹത്തെ എന്നും പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നും ജീവിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പം അദ്ദേഹം MP-ആണ്. MP-മാര് അസംബ്ലിയിൽ നിൽക്കണമോ എന്നുള്ളത് ഒരു പോളിസി ക്വസ്റ്റ്യനാണ്. ആ പോളിസി ക്വസ്റ്റ്യൻ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഇലക്ഷൻ സമിതിയാണ്, കേന്ദ്ര ഇലക്ഷൻ സമിതിയാണ്. അപ്പോൾ ആ സമിതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകും. അല്ല, അദ്ദേഹം പാർട്ടി വിട്ടത് വേറെ കാരണങ്ങളുണ്ട്, അതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ഒരു കാരണമല്ല. അല്ല, ആരും ഈ പാർട്ടിയിൽ വിമതരാകാൻ പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷം കേരള ജനത അനുഭവിച്ച പ്രയാസങ്ങൾ എല്ലാവർക്കും അറിയാം. ഒരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷം കേരളത്തിലുണ്ട്.
ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കും. നിങ്ങളെ നാളെ മുതൽ കാണാൻ പോകുന്ന കാര്യമാണ്. കോൺഗ്രസിനകത്ത് അത്ര യാതൊരു അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ തർക്കങ്ങളോ ഇല്ല. അതാണ് സത്യം. തർക്കങ്ങൾ മുഴുവൻ അപ്പുറത്താണ്. അവരാണിപ്പോൾ തകർച്ചയെ നേരിടുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് പരാജിതന്റെ കപട ആത്മവിശ്വാസം മാത്രമാണ്. പരാജയം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതിനും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. യു ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. ഒരു തർക്കവുമില്ല. ഉണ്ടോ? ഏതെങ്കിലും തർക്കമുണ്ടോ? ഏതെങ്കിലും ഘടകകക്ഷിക്ക് തർക്കമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും. ഒരു തർക്കവും ഉണ്ടാവില്ല. ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് അവരുടെ സീറ്റുകൾ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു. RSP പ്രഖ്യാപിച്ചു. മറ്റ് കക്ഷികൾ മണി സി കാപ്പന്റെ പാർട്ടി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എല്ലാവരും പ്രഖ്യാപിച്ചു. UDF ഒരു കലഹവുമില്ലല്ലോ. അപ്പോൾ ഇത് കലഹമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ്. അതൊക്കെ ചിലർ പറയും. ചില രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ കാണണം. അതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. അതൊക്കെ സത്യമാണ്. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എല്ലാവരും ഉൾക്കൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ബോധ്യപ്പെടും. എന്തിനാ മാറേണ്ട കാര്യം? ഇപ്പൊ ആകെ 11 ദിവസമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ മാറേണ്ട കാര്യം എന്താ? താങ്ക് യു.